ഇന്ന് കോളിഫ്ലവർ കറിയാണ് വെക്കുന്നത്. ആദ്യം തന്നെ കോളിഫ്ലവർ വേവിക്കുക. പിന്നെ ഉരുളക്കിഴങ്ങും വേവിച്ച് വെച്ചായിരുന്നു, പക്ഷേ എൻ്റെ വീഡിയോസൊന്നും പിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഉരുളി എടുത്തു. അതിൽ നമ്മൾ ആവശ്യമായ കടുക് വറുക്കാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. ആദ്യം ആവശ്യമായ എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, കരിവേപ്പില ഇട്ടു, പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് നന്നായി വേവിച്ചെടുത്തു. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി ഇട്ടും അതുപോലെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം ആവശ്യമായ മുളക്, മല്ലിപ്പൊടി, മസാല, ഉപ്പ് ഇതിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് കോളിഫ്ലവർ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചതിന് ശേഷം അതുകൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളമാണ് ചേർക്കാനുള്ളത്. അപ്പം ചൂടുവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഓൾറെഡി നമ്മൾ ഒരു അരവേവ് കോളിഫ്ലവർ വേവിച്ചായിരുന്നു. ഇനി ഈ അരപ്പിലും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് നല്ലതുപോലെ പിടിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിനായിട്ട് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ആദ്യം ഒരു തിളപ്പ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇത്തിരി തേങ്ങാപ്പാൽ കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. ശകലം തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് ചെറിയ തീയിൽ കിടന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ ഇന്നത്തെ കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.